വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ പാപ്പായുടെ അന്ത്യ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ലോക നേതാക്കൾ 130 ലോക നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, സാന്താ മരിയ ബസിലിക്കയിലാണ് പാപ്പായുടെ അന്ത്യവിശ്രമം. ഈ ചടങ്ങുകൾ എത്ര നേരം നീളും? എപ്പോഴാണ് അന്ത്യയാത്ര ആരംഭിക്കുക? അഭിലാഷ്, 3 ഘട്ടങ്ങളിലായാണ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. ഇതിന്റെ 1ാം ഘട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നടന്നിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സ്വകാര്യ മുറിയിലായിരുന്നു ഇതിന്റെ തുടക്കം. 2ാം ഘട്ടമാണ് വത്തിക്കാൻ ചത്തുരത്തിൽ നടക്കുന്നത്. വത്തിക്കാൻ ചത്തുരത്തിലെ ചടങ്ങുകൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിന് ശേഷമാണ് സെയിന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാറ്റുക. ഈ വത്തിക്കാൻ ചത്തുരത്തിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററോളം അകലെയാണ് സെയിന്റ് മേരി മേജർ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് പ്രദക്ഷിണമായിട്ടാവും പോവുക. ഇറ്റലിക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് മാർപ്പാപ്പ സന്ദർശനത്തിന് പോകുമ്പോഴെല്ലാം തന്നെ ഈ സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ അദ്ദേഹം എത്തി പ്രാർത്ഥിച്ചിരുന്നു. മാത്രമല്ല അവിടെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ചയ്ക്കും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ എത്തുമ്പോൾ അവിടെ അത് ഏറ്റുവാങ്ങുന്നത് അശരണരായ 40 പേരുടെ ഒരു സംഘമായിരിക്കും. അതായത് തടവുകാരുടെ, തികച്ചും പാവപ്പെട്ടവരുടെ പ്രതിനിധികൾ, മറ്റാരും സ്നേഹിക്കാനില്ലാത്ത അല്ലെങ്കിൽ ശുശ്രൂഷിക്കാനില്ലാത്ത ആളുകളുടെ പ്രതിനിധികൾ, അങ്ങനെ 40ഓളം പേരടങ്ങുന്ന ഒരു സംഘം പനിനീർ പൂക്കൾ മൃതദേഹം കൊണ്ടുവരുന്ന കർദിനാൾമാർക്ക് കൈമാറി തുടർന്ന് അവർ മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെറിയ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും. അതിനുശേഷം ഏതാണ്ട് ഒരു 1 മണിക്കൂർ കൂടി കഴിഞ്ഞാവും സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാവുക. ഈ സെയിന്റ് മേരി മേജർ ബസിലിക്കയിലെ ചടങ്ങുകളിലേക്ക് പുറത്തുനിന്ന് മറ്റാർക്കും പ്രവേശനമില്ല. പ്രദീപിലേക്ക് തന്നെ മടങ്ങിയെത്താം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമധേയം സ്വീകരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ച് അശരണരായ മനുഷ്യരുടെ അന്തിമ അഞ്ജലി എന്നുള്ളതാണ് അതിന് അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള യാത്രാമൊഴി. അല്പസമയത്തിനകം അന്ത്യ ശുശ്രൂഷ ചടങ്ങുകൾ തുടങ്ങും. അപ്പോൾ നമുക്ക് തത്സമയം അത് കാണാം. ഇപ്പോൾ ഇടവേള.